ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അഗെയിൻ ആർക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഗൈസ്, അപ്പോൾ അതിന് മുമ്പുണ്ടല്ലോ ഞാൻ ഒരു കൂട്ടം കാണിച്ചു തരാം. ഞാൻ നമ്മുടെ ഗ്രാഫിക്സ് ഫുള്ള് ലോ ഇട്ടിട്ട് റെസൊല്യൂഷൻ കൂട്ടി വെച്ചിട്ടുണ്ട്. മീഡിയത്തിൽ ഇട്ടപ്പോൾ അത്യാവശ്യം നല്ല ലാഗ് വരുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ലോ ഇട്ടിട്ട് റെസൊല്യൂഷൻ ഫുള്ളാക്കി വെച്ച്. പിന്നെ അതുപോലെ തന്നെ സെറ്റിങ്സിനകത്ത് ഞാൻ ഇത് നമ്മുടെ ജമ്പ് മറ്റേ വലുതായിരുന്നല്ലോ, ജമ്പും ഫയറും ഇതിങ്ങനെ ഇത്രയും വലിയ ബട്ടണായിരുന്നല്ലോ. ഞാൻ അപ്പോൾ അത് മൊത്തം മാറ്റി നോൺ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് പറ്റുന്നില്ല, ഒരു ചെറിയൊരു ശോഭമുണ്ട്. അത് നമ്മൾ ഓടുന്ന സമയത്ത് ചാടാനൊന്നും പറ്റുന്നില്ല. ഞാനപ്പോൾ എന്ത് ചെയ്ത് അത് മാറ്റിയിട്ട് ജമ്പുള്ളിൽ മാത്രം ആക്കി വെച്ചിട്ടുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് ഓടുന്ന സമയത്ത് ചാടുക ചെയ്യാം. പിന്നെ ഫയറിൻ്റെ നമ്മൾ സ്ക്രീനിൽ ടച്ച് ചെയ്തതിനാൽ ഫയറിൻ്റെ ആ സംഭവമുണ്ട്. ഓക്കെ, പിന്നെ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഞാനപ്പോൾ എല്ലാ ദിനോസറിനെയും മാറ്റി വെച്ചിട്ടുണ്ട്. ഇവരെ ഒരു ഗ്യാങ്ങിനെ ഇപ്പുറ സൈഡും ബാക്കി നമ്മുടെ ഈ ഗ്യാങ്ങിനെ ഇപ്പുറ സൈഡും ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഫുള്ളാണ് തോന്നിട്ട്. ഒരു മിനിറ്റ് ഞാൻ നോക്കി നോക്കട്ടെ. ഓക്കെ, ഇതിനകത്ത് ഫുഡ് കിടപ്പുണ്ട്. ഇനിയിപ്പോൾ ഈ റെസൊല്യൂഷൻ ഫുള്ളാക്കിക്കൊണ്ട് ലാഗ് എനിക്ക് അങ്ങനെ ഫീൽ ആവുന്നില്ല. ഇനിയിപ്പോൾ ലാഗ് വന്നു കഴിഞ്ഞാൽ എന്തായാലും ഫുള്ള് കുറക്കേണ്ടി വരും. ഇതിനകത്ത് ഫുഡ് ഉണ്ടാകും നോക്കട്ടെ. ഓക്കെ, ഇതിനകത്തും ഫുഡ് കിടപ്പുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കുണ്ടല്ലോ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മുടെ ഒരു ബാരിയോണിക്സിനെ പിന്നെ ടിഗറക്സിനെ നമുക്ക് ടൈം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ എപ്പിസോഡിൽ എന്തായാലും ഞാനൊരു ബാരിയോണിക്സിനെ പിടിക്കാൻ പോകുന്നത്. അത് നമ്മുടെ ഒരു വാട്ടർ ഡൈനോണ്, വെള്ളത്തിലും കരയിലും ഉണ്ടാവും ആ സാധനം. അപ്പോൾ അതിൻ്റെ ചെറിയ കുറച്ച് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ എനിക്കറിയാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇനി മുതൽ കിബിൾ വെച്ചിട്ടാണ് ടൈം ആക്കാൻ പോകുന്നത്. കിബിളിന് അത്യാവശ്യം ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ, പോയിൻറ്റ്സ് ഉണ്ടാകും നോക്കട്ടെ. ഓക്കെ, കിബിൾ മേടിക്കാനുള്ള പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കപ്പോൾ എന്തായാലും കിബിൾ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇപ്രാവശ്യം നമ്മുടെ ബാരോൺസിനെ പിടിക്കാൻ പോണത്. ഓക്കെ, ഞാനിപ്പോൾ എന്തായാലും നമ്മുടെ സൂതിങ് ബൂമും ബുള്ളറ്റും കാര്യങ്ങളൊക്കെ എടുക്കട്ടെ. ഇവിടെ ഞാൻ മെറ്റലാകുമ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ഇവിടെ മെറ്റൽ അധികം ഇല്ലല്ലോ, നമ്മുടെ മലപ്പൊക്കത്തല്ലേ മെറ്റലുള്ളത്. ബുള്ളറ്റ് എടുക്കണം. അയ്യോ, ബുള്ളറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിനി സൂതിങ് ബോംബ് എടുക്കണം. ഓക്കെ, അതും എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല. ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി മുതൽ ഇതിനകത്ത് എന്തുള്ളത്, ഇതിനകത്ത് നമ്മൾ ഫുഡ് കുക്ക് ചെയ്യാൻ വെച്ചത് പഴുകാതിരിക്കാൻ വേണ്ടി അതിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്കപ്പോൾ ഇനി എന്തായാലും ട്രാപ്പ് സെറ്റ് ചെയ്തില്ലല്ലേ. ട്രാപ്പ് നമുക്ക് സ്റ്റോണിൻ്റെ വെക്കണോ വുഡിൻ്റെ വെക്കണോ? വുഡിൻ്റെ വെച്ചാൽ പോലെ. സ്റ്റോൺ എന്തായാലും വുഡിൻ്റെ അത് മിക്കവാറും അത് അടിച്ച് പൊട്ടിക്കൂല തോന്നുന്നു. നമുക്ക് എന്തായാലും വുഡിൻ്റെ തന്നെ പണിതേക്കാം. സ്റ്റോണിൻ്റെയൊക്കെ പണിത് ഒരുപാട് ടൈം എടുക്കും, കല്ല് കുത്തിയെടുത്ത്. അതുപോലെ തന്നെ വെയിറ്റും നല്ല രീതിക്ക് വെയിറ്റ് ക്യാരി ചെയ്യണം. സ്റ്റോണിന് കൊടുക്കാത്ത വെയിറ്റാണ്. വുഡ് എന്ന് വെച്ചാൽ സീനില്ല, നമുക്ക് അത്രയും വെയിറ്റ് എടുക്കേണ്ടി വരില്ല തോന്നുന്നു. നമുക്ക് എന്തായാലും സ്ട്രക്ചറിനകത്ത് ഏതാണ് ക്രാഫ്റ്റിംഗ് അല്ല, വുഡ്. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. നമുക്ക് മറ്റേ 4x4 വെക്കാല്ലേ, അത് വെച്ചാൽ മതി. ഇത് 2 എണ്ണം ഉള്ളൂ. അപ്പോൾ ഇനിയും എന്ത് വേണം, വുഡ് വേണ്ടി വരും ഗൈസ്. ഞാനപ്പോൾ എന്തായാലും ഇതൊന്ന് ഫുള്ളൊന്ന് ക്രാഫ്റ്റ് ചെയ്യട്ടെ, കുറച്ച് ടൈം എടുക്കും. ഇതെല്ലാം മരം കൊത്തിയെടുത്ത് ഇപ്പോൾ നേരത്തെക്കാളും നല്ല ഗ്രാഫിക്സ് ഉണ്ടല്ലോ. കഴിഞ്ഞ എപ്പിസോഡിനകത്ത് ഞാൻ എന്തായിരുന്നു അറിയോ, എഡിറ്റ് ചെയ്ത് വെച്ച് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്തത്. അതുകൊണ്ട് കുറേ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആ വീഡിയോസിനാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ യൂസ് ഇട്ടേക്കുന്നത്. ആ വീഡിയോനാണ് ഇന്നലെ നമ്മളിട്ട വീഡിയോ അല്ലേ, മാമത്തിനെ പിടിക്കണത് ഗൈസ്. അപ്പോൾ നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ മൊത്തം ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ മുള്ളുവേലും കൂടെ എടുത്തിട്ടുണ്ട്. കാരണം ചിലപ്പോൾ ഈ വെള്ളത്തിലായതുകൊണ്ട് സ്പൈനും അതിൻ്റെ ഇടയ്ക്ക് സ്പോണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ റാപ്റ്റർ നമ്മളപ്പോൾ ഒരു മുള്ളുവേലി കരുതിയില്ലെങ്കിൽ പണിയാണ്. കാരണം സ്പൈനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബാരോണിക്സിനെ ടൈം ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ സ്പൈന് വന്ന് അറ്റാക്ക് ചെയ്താൽ അത് ചത്തുപോകും. പിന്നെ അതുപോലെ തന്നെ വുഡിൻ്റെ ആണ് ഞാൻ വെച്ചേക്കുന്ന ട്രാപ്പ്. നേരത്തെ പറഞ്ഞില്ലേ, വുഡിൻ്റെ ട്രാപ്പാണ്. ഇത് എത്രത്തോളം നിൽക്കുമെന്നും എനിക്കറിയാൻ പാടില്ല. എന്നാലും നമുക്ക് നോക്കാം. നേരത്തെ ഞാൻ പറയില്ല ഗൈസ്, ബാരോണിക്സ് സ്പൈനോ കണ്ടില്ല, 2 എണ്ണം സ്പോൺ ആയിക്കുന്നുണ്ട് ഈ ഏരിയയിൽ. ഇത് ഇനി ഹൈ ലെവൽ ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും പെടും. ഓക്കെ, 100 ലെവല്. ഇങ്ങനെയൊക്കെ വന്നാൽ ഭയങ്കര പാടാണ്, കാരണം സ്പൈനോ ഭയങ്കര സീനാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഒരു 190 ലെവൽ കിട്ടിയിട്ടുണ്ട്. ഞാനതിനെ വെള്ളത്തിൽ നിന്ന് ഓടിച്ചത് അത് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇതാ നിൽക്കുന്നതാ 190 ലെവല്. നമുക്ക് എന്തായാലും ഇവിടെ തന്നെ ഒരു ട്രാപ്പ് സെറ്റ് ചെയ്യാനിട്ട് ഇവിടെ തന്നെ ടൈം ആക്കാം. നമ്മൾ ഷാഡോ സ്റ്റേക്ക് കഴിച്ച് നല്ല രാത്രിയായി. നമുക്ക് എന്തായാലും ഇവിടെ തന്നെ ഒരു ട്രാപ്പ് സെറ്റ് ചെയ്യാം ഫസ്റ്റ്. ഇവിടെ വേറെ ജീവികളൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. മറ്റേ പ്രാണി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാ ഒരു പാമ്പും നിൽക്കുന്നതാ. ഈ ഏരിയ നമ്മൾ ഒന്ന് ക്ലിയർ ചെയ്യണം. ഫസ്റ്റ് ഈ ഏരിയ ഞാനൊന്ന് ക്ലിയർ ചെയ്യട്ടെ, അല്ലെങ്കിൽ ഇതെല്ലാം വന്ന് നമ്മളെ ബാരോൺസ് നോക്കായി കിടക്കുമ്പോഴേക്കും ഇതുങ്ങൾ വന്നെല്ലാം അതിനെ തിന്ന് കളയും, അല്ലെങ്കിൽ ബാരോൺസിനെ തിന്ന് കളയും ഗൈസ്. അപ്പോൾ നമ്മൾ ട്രാപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. നമുക്ക് ഈ ഒരു ഏരിയയിൽ തന്നെ ട്രാപ്പ് സെറ്റ് ചെയ്യാം. അവിടെ ട്രാപ്പ് എടുക്കട്ടെ. ഇനി ഇതിനകത്ത് കയറിയാൽ മതിയായിരുന്നു. വന്നിട്ട് നമുക്ക് ഇവിടെ വെക്കാം. 1 എണ്ണം ഇവിടെ വെച്ചു, 1 എണ്ണം ഇവിടെ, 1 എണ്ണം ഇവിടെ, 1 എണ്ണം ഇവിടെ. 4 എണ്ണം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരടി പൊക്കത്ത്
ഒരു റാപ്റ്റർ വന്നിട്ടുണ്ട് കേട്ടോ. ആ റാപ്റ്ററിനെ കൂടെ നമ്മൾ തീർക്കണം. അത് സീനില്ല, നമുക്ക് എന്തായാലും റാപ്റ്ററിനെ തീർക്കാന്നുള്ളൊരു കുഴപ്പമില്ല. ഇനി ബാരോൺസിൻ്റെ ഉള്ളിൽ നിന്ന് പോകുമോ, അതാണൊരു ഡൗട്ട്. പോകില്ലായിരിക്കുമല്ലേ ഗൈസ്. അപ്പം നമ്മുടെ ട്രാപ്പ് സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ബാരോൺസ് നടക്കുന്നത്, അതിനെ നമുക്ക് നേരെ ഒരു കൊത്തു കൊടുക്കണം. ഞാൻ ഇതിനൊന്ന് ക്ലിയർ ആയിട്ട്, അല്ലെങ്കിൽ ഇത് ഓടി മിക്കാരും ആ ബാരോൺസ് വരുമ്പോൾ ഇതിനെ കടിച്ച് തിന്നും. ഇനിയിപ്പോൾ അടുത്തോട്ട് പോകുമ്പോഴേക്കും അത് നമ്മളെ ഫോളോ ചെയ്ത് വരും. നമ്മൾ നേരെ ട്രാപ്പിൽ സെറ്റ് ചെയ്യും. ഓക്കെ, ട്രാപ്പിൽ വരട്ടെ. കടിക്ക്. ഓക്കെ, കടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ ട്രാപ്പിലോട്ട് കൊണ്ടുപോകാം. കയറി. ഓക്കെ, ഫൈനലി നമ്മുടെ ബാരോൺസ് തന്നെ ട്രാപ്പായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് വരൂലായിരിക്കും അല്ലേ? ഓക്കെ, അത് വരൂല. ഇനിയിപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഷൂട്ടിങ് സ്റ്റാർട്ട് ചെയ്യാം. നോക്കിങ് സ്റ്റാർട്ട് ചെയ്യാം. 1 2. രണ്ടാമത്തെ കൊണ്ടില്ല കേട്ടോ. അതും കൊണ്ടില്ല. നോക്കിയടിക്കണം നമ്മൾ. ഒരെണ്ണം കൊണ്ട് ഈ ഡോർ ഫ്രെയിം തകർക്കണേക്കാളും മുന്നേ നമുക്ക് അതിനെ പിടിക്കണം കേട്ടോ. ഈ പറന്നിറക്കുന്ന സാധനം കണ്ടോ, അതെങ്ങാനും ഇതിനെ കടിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര സീനാണ്. ഈ സാധനം, ഈ പറന്നിറക്കുന്ന സാധനം കണ്ടില്ലേ, അത് കുറച്ച് ഡേഞ്ചറാണത്. അത് നമ്മളെ ഫോളോ ചെയ്ത് വന്നത് കൊത്ത് ഓക്കെ, നോക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ സൂതിങ് ബോംബ് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ബാരോൺസ് കഴിക്കുന്നത് പാച്ചി റൈനോ, അങ്ങനെ ഒരു ദിനോസർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കിബിള് വേണം നമുക്ക്. എവിടെ? ഓക്കെ, പാച്ചി റൈനോ. ഈ സാധനത്തിന് പിടിക്കണം. ഇതാണ് നമുക്ക് വേണ്ടത്. 50 പോയിന്റ് വേണം, 50 മിക്സ് വേണം. ഓക്കെ, നമുക്കത് മേടിക്കാം. 3 കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ബാരോൺസിന് സൂതിങ് ബോംബ് കൊടുക്കണം ഫസ്റ്റ്. ഓക്കെ, നമ്മൾ സൂതിങ് ബോംബ് കൊടുത്തു. പിന്നെ നമ്മൾ 3 നമ്മുടെ കിബിളും കൊടുത്തിട്ടുണ്ട്. മിക്കവാറും ഫസ്റ്റ് കിബിളിൽ തന്നെ അത് ടൈം ആവാൻ ചാൻസ് ഉണ്ട് ഗൈസ്. അപ്പോൾ ഒറ്റ കിബിളിനകത്ത് 93.0% കിട്ടിയിട്ടുണ്ട്. മിക്കവാറും 2 കിബിളിൽ ഈ സാധനം ടൈം ആവും. ഇനിയിപ്പോൾ ഒരെണ്ണം കൂടെ കഴിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ബാരോൺസ് ടൈം ആവും. എന്നിട്ട് നമ്മൾ നേരെ ഇതിനെ റീകോൾ ചെയ്തിട്ട് നമ്മുടെ ബേസിലോട്ട് പോകും. പിന്നെ അവിടെ ചെന്നിട്ട് നമ്മൾ അതിൻ്റെ സാഡിലും കാര്യങ്ങളൊക്കെ ക്രാഫ്റ്റ് ചെയ്യാം. സാഡിൽ എത്രയാണെന്ന് നോക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് സാഡിൻ്റെ ആരോട് നോക്കാം. ബാരോൺസിന് സാഡ് ലെവൽ 49. അതിൽ മറ്റേ സ്മിത്തിലിട്ട് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും കിബിള് തന്നെയാണ് ഏറ്റവും നല്ല കാര്യം. പക്ഷേ കിബിൾ ഉണ്ടാക്കാൻ കുറച്ച് ടാസ്ക് അല്ലേ. ഞാനെന്ന് വെച്ചാൽ നമ്മളെല്ലാം പോയി കളക്റ്റൊക്കെ ചെയ്ത് കൊണ്ടുവരണ്ടേ, അതൊന്നും എനിക്ക് ഭയങ്കര മടിയാണ്. അതുകൊണ്ടാണ് ഞാൻ കിബിള് കൊടുക്കാണ്ട് നമ്മൾ പ്രൈമീറ്റും സാധാ നമ്മുടെ ക്രോപ്സും കൊടുത്ത് ടൈമാക്കുന്നത്. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ആംബർ കിട്ടുന്നതനുസരിച്ച് ഞാൻ കുറച്ച് പോയിന്റ്സ് ഒക്കെ മേടിച്ച് വെക്കാം. നമ്മുടെ ഷെഫ് സ്റ്റേഷനകത്ത് കുറച്ച് പോയിന്റ്സും കാര്യങ്ങളൊക്കെ മേടിച്ച് വെക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് കിബിൾ എടുക്കാമെന്നല്ലേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമ്മൾ നമ്മുടെ ബാരോൺസിന് ഇവിടെ റീകോൾ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സാഡിലെല്ലാം ക്രാഫ്റ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ നമ്മൾ അറ്റാക്കിങ് എബിലിറ്റീസും കാര്യങ്ങളൊക്കെ നോക്കാം. ഇത് ചാടോ? ഇത് ചാടും കേട്ടു. ചാടി പോകുന്നതാ. ഇവിടെ നിന്ന് നല്ല സ്പീഡ് വന്നിട്ട് ഒറ്റ ചാട്ടം വെച്ച് കൊടുക്കട്ടെ. അത്യാവശ്യം നല്ല സ്പീഡിലൊക്കെ ചാടുന്നുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, നോർമൽ അറ്റാക്ക് ജസ്റ്റ് ഒരു കടി മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ അതിൻ്റെ സെക്കൻഡറി എന്തെങ്കിലും അറ്റാക്ക് ഉണ്ടെന്ന് നോട്ടെ. ഗൈസ്, ഈ സാധനം നോക്കിയാൽ ലെഫ്റ്റിൽ നിന്ന് താഴത്തോട്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ എന്തോ കടിക്കുന്നത് കണ്ടാ, വായ പൊളിക്കുന്നത്. ഇവിടെ ഒരു ഡോഡോ ഉണ്ട്. നമുക്ക് ഈ ഡോഡോനെ മേലെ പരീക്ഷിച്ച് നോക്കാം ഗൈസ്. ഇത് കൂടുതൽ ഡാമേജ് ഒന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നു മാത്രമേ ഉള്ളൂ. നമ്മുടെ നോർമൽ അറ്റാക്ക് ഇത്, സെക്കൻഡറി അറ്റാക്ക് പോലെ ഇത് മാത്രം നമ്മൾ ലെഫ്റ്റിൽ നിന്ന് താഴത്തോട്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് വെള്ളത്തിൽ സ്പീഡും കാര്യങ്ങളൊക്കെ നോക്കട്ടെ. വെള്ളത്തിലും കുഴപ്പമില്ല, എന്നാലും വെള്ളത്തിൽ ആ ഒരൊറ്റ അറ്റാക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. ഗൈസ്, ഈ സാധനം കണ്ട, നമ്മൾ വെള്ളത്തിൻ്റെ ഡീപ്പ് പോയിട്ട് നമ്മൾ മുകളിലോട്ട് സ്വൈപ്പ് ചെയ്യണം. ലെഫ്റ്റിൽ നിന്ന് മുകളിൽ സ്വൈപ്പ് ചെയ്യുമ്പോൾ ഒരു ഒറ്റ കറക്കം കണ്ട. നമുക്ക് സ്രാവിൻ്റെ അടുത്ത് പോയി നോട്ടെ. എനിക്ക് മറ്റേ ഓക്സിജൻ ഭയങ്കര കുറവാണ്, അതാണ് മെയിൻ പ്രശ്നം. ഈ സ്രാവിൻ്റെ അടുത്ത് പോയിട്ട് ഒരടി ഇടിച്ച് നോക്കാം നമുക്ക്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ഒരു അറ്റാക്ക് കൊള്ളാൻ കേട്ടോ. എന്നിട്ട് ഒരൊറ്റ കറക്കം കണ്ട, കുറച്ച് അടിയിലോട്ട് വിട്ടെ. അതെന്താ തലയുടെ മുകളിൽ എന്താ അത്? ഇങ്ങനെ നമ്മൾ അടിക്കുമ്പോഴേക്കും അവര് അനങ്ങൂല, കുറച്ചു നേരത്തേക്ക് ഇങ്ങനെ മയങ്ങി നിൽക്കുന്ന പോലെ നിൽക്കും കണ്ട. അതെന്തായാലും നല്ലൊരു
കാര്യമാണ്. നമ്മുടെ ട്രൈക്കൊക്കെ ഓടി ഒന്ന് ഇടിക്കുമ്പോഴും ഇങ്ങനെ തന്നെ കുറച്ച് നേരം നമ്മളിങ്ങനെ അനങ്ങാത്ത രീതിക്ക് എന്തോ തലകറക്കം പോലെ ഇങ്ങനെ നിൽക്കും. കണ്ടില്ലേ, അതിൻ്റെ തലയുടെ ചുറ്റിനും ഒരു മഞ്ഞ സാധനം കറങ്ങുന്ന നോക്ക്. എന്തായാലും കൊള്ളാൻ കേട്ടോ, ആ ഒരു സംഭവം നല്ലതാണ്. നമ്മളിപ്പോൾ അത്യാവശ്യം ഏതെങ്കിലും ഡൈനോസ് അടിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ നിൽക്കുക, ഒരൊറ്റ കറങ്ങാം. ഫിഷ് മീറ്റ് കണ്ടമാനം കളക്ട് ചെയ്യുന്നുണ്ട്. അതെന്തായാലും സെറ്റ് ഒരു അറ്റാക്കാണ്. വെള്ളത്തിൽ മാത്രമേ ഉള്ളൂ പക്ഷേ ഈ ഒരു അറ്റാക്ക്. ഓക്കെ, നമ്മുടെ 2 മെഗ്ഗു തീർന്നിട്ടുണ്ട്. ഇതിൽ ഒരെണ്ണം കൂടെ ഉള്ളൂ. ഇതുകൊണ്ട് കൂടെ തീർക്കട്ടെ, എന്നിട്ട് നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോവാം. ഓക്കെ, അങ്ങനെ നമ്മുടെ 2 മെഗ്ഗും കഴിഞ്ഞിട്ടുണ്ട്. മിലി ഡാമേജ് കൂട്ടാല്ലേ, നമുക്ക് മിലി ഡാമേജ് കൂട്ടാം. ബാക്കിയെല്ലാം ഡ്രോപ്പ് ചെയ്യട്ടെ. എന്തായാലും നമ്മുടെ ഫിഷ് മീറ്റ് കളക്ട് ചെയ്ത് നോക്കൂ, കണ്ടമാനം ഫിഷ് മീറ്റ് കളക്ട് ചെയ്തിട്ടുണ്ട്. ഫുള്ള് ഡ്രോപ്പുകൾ കൊടുക്കട്ടെ ഗൈസ്. ഈ വെള്ളത്തിനടിയിലുള്ള അറ്റാക്ക് ഇല്ല, അതെന്തായാലും കൊള്ളാല്ലേ, സെറ്റ് സാധനം. നോക്കിയാ കറങ്ങുന്ന നോക്ക്, ഒരൊറ്റ കറക്കമാണ്. ഞാൻ വേഗം മുകളിലോട്ട് പോട്ടെ, അല്ലെങ്കിൽ ശ്വാസം മുട്ടി ഞാൻ ചത്തുപോകും. ഈ ബാരോൺസിന് ഇതൊരു വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന കൊണ്ട് അതിനൊരു കുഴപ്പമുണ്ടാവില്ല, നമ്മളൊക്കെ ചത്തുപോകും വേഗം. എന്തായാലും കൊള്ളാം, ഇതിനൊന്ന് അടിച്ചോട്ടെ. കണ്ടില്ല, അതൊക്കെ അവിടെ മയങ്ങി നിൽക്കും കുറച്ച് നേരത്തേക്ക്. മിക്കവാറും ഇപ്പം തന്നെ തീരും. എൻ്റെ അതും കഴിഞ്ഞ് ഇത്രേ ഉള്ളൂ. കണ്ടില്ലേ, സെറ്റ് സാധനം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഞാൻ ഇവിടെ നിർത്തണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. എന്തായാലും കൊള്ളാം, ആ വെള്ളത്തിനുള്ള അറ്റാക്കില്ല, അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഇതിലും നല്ല വീഡിയോസ് ഇനിയും നമ്മൾ വരും. അപ്പോൾ നമ്മുടെ ചാനൽ മറക്കാതെ സബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും നിങ്ങൾ സബ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീണ്ടും ആർക്കിൻ്റെ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നവരെ ബൈ ബൈ.